ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യ അഭിമാനകരമായ സംഭാവനകൾ നൽകിയതായി ലോക വന്യജീവി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. രാജ്യം രണ്ടാം ധവള വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ. താമരശ്ശേരി കൊലപാതകം ഉൾപ്പെടെ സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 97ാമത് ഓസ്കർ പുരസ്കാരങ്ങളിൽ തിളങ്ങി ഷോൺ ബേക്കർ ചിത്രം അനോറ. മികച്ച നടി മിക്കി മാഡിസൺ. അഡ്രിയൻ ബ്രോഡി മികച്ച നടൻ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജൈവ വൈവിധ്യവും വന്യജീവി സമ്പത്തും കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യ അഭിമാനകരമായ സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്നും വരും തലമുറയ്ക്കായി അവയെ സംരക്ഷിക്കണമെന്നും ലോക വന്യജീവി ദിനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ വന്യജീവി ബോർഡ് ഗുജറാത്തിലെ ജുനഗഡിൽ സംഘടിപ്പിച്ച യോഗത്തിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്, വിവിധ സംസ്ഥാനങ്ങളിലെയും എൻജിഒകളിലെയും പ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ റഫറൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം സംബന്ധിച്ച കണക്കും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് കോയമ്പത്തൂരിൽ ആരംഭിക്കുന്ന സംവിധാനവും അദ്ദേഹം വെർച്വലായി പുറത്തിറക്കി. ഗിർ ദേശീയ ഉദ്യാനവും സന്ദർശിച്ച പ്രധാനമന്ത്രി സിന്ധ് സദൻ ക്യാമ്പിൽ വൃക്ഷത്തൈയും നട്ടു. ഏഷ്യൻ സിംഹങ്ങളുടെ സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് 30,000 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഗിർ ദേശീയോദ്യാനം. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി ജാംനഗറിലെ വൻതാര മൃഗസംരക്ഷണ കേന്ദ്രവും സോമനാഥ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. രാജ്യം രണ്ടാം ധവള വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ. ക്ഷീരമേഖലയിലെ സുസ്ഥിരത സംബന്ധിച്ച ശില്പശാല ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യവികസനത്തിൽ ക്ഷീരമേഖല പുതിയ ഊർജ്ജം നൽകിയിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണത്തിൽ ഈ മേഖല സുപ്രധാന പങ്ക് വഹിക്കുന്നതായും ശ്രീ അമിത് ഷാ പറഞ്ഞു. हमारा डेयरी सेक्टर एक प्रकार से देश के विकास को तो गति देता ही देता है, परंतु ग्रामीण विकास और भूमिहीन किसान और छोटे किसानों को समृद्ध बनाने में भी इसकी बहुत बड़ा योगदान है. एक और तो ये हमारे देश के पोषण की भी चिंता करता है. देश को दुनिया में 1 नंबर का दूध उत्पादक भी बनाने में, गौरव दिलाने में इसका योगदान है. और कृषि के अलावे इतर इनकम जो किसान के लिए बहुत जरूरी है, इसके लिए डेयरी सेक्टर बहुत महत्वपूर्ण है. പാലിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും സുസ്ഥിര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സഹകരണ മന്ത്രാലയവും ക്ഷീരവികസന മന്ത്രാലയവും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഉൾപ്പെടെ സംസ്ഥാനത്തുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും രമേശ് ചെന്നിത്തലയാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. കേരളം ലഹരിക്ക് അടിമപ്പെടുന്നതായും കേരള സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെതിരെ അണിനിരക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുവത്വത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യേണ്ട അതീവ ഗൌരവമുള്ള വിഷയമാണ് ഇതെന്ന് വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും ആശമാരുടെ പ്രവർത്തനത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ച് നിയമസഭയിൽ കെ ശാന്തകുമാരിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ആശമാരുടെ അമിത ജോലിഭാരം ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിൽ ആശമാരുടെ പ്രവർത്തനം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ അവർക്ക് അമിതമായിട്ടുള്ള ജോലിഭാരം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ഫീൽഡ് തലത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് ആശയവിനിമയം നടത്തി 2-2.5 വർഷം മുൻപ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. സർ, നേരത്തെ തന്നെ മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി സർ 2023 പ്രത്യേകമായിട്ടൊരു ഉത്തരവും അതിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സർ,
കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുമെന്നും ശ്രീമതി വീണ ജോർജ് വ്യക്തമാക്കി. ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള 100 കോടി രൂപ കേന്ദ്രം നൽകാത്ത സാഹചര്യം കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഗവർണറുടെ മുൻകൂർ അനുമതി ലഭിക്കാത്തതിനാൽ സർവകലാശാല നിയമ ഭേദഗതി 2ാം ബിൽ സഭ ഇന്ന് പരിഗണിച്ചില്ല. സംസ്ഥാനത്ത് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ. എല്ലാ പരീക്ഷകളും ഈ മാസം 26-ന് അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. അർദ്ധചാലകം, നിർമ്മിത ബുദ്ധി, ശുദ്ധോർജ്ജം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു. 7 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബെൽജിയം രാജകുമാരി പ്രിൻസസ് ആസ്ട്രിഡുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രിൻസസ് ആസ്ട്രിഡുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ്. ലോകത്തെ 3ാമത്തെ വലിയ ജൈവ ഇന്ധന ഉൽപാദന രാജ്യമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ശുദ്ധ ജൈവ ഊർജ്ജത്തിലേക്ക് ഇന്ത്യ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ജനുവരി വരെ പെട്രോളിൽ 19.6% എഥനോൾ കലർത്തുന്നതിൽ ഇന്ത്യ വിജയം നേടി. ഇന്ധന ഇറക്കുമതിയും കാർബൺ ബഹിർഗമനവും കുറയ്ക്കുന്നതിൽ 2030ഓടെ കൈവരിക്കാനിരുന്ന ലക്ഷ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ 5 വർഷം മുൻപ് തന്നെ നേടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 97ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി ചിത്രം അനോറ മികച്ച ചിത്രത്തിനും സംവിധാനത്തിനും തിരക്കഥയ്ക്കും ഉൾപ്പെടെ 5 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. അനോറയെ അവതരിപ്പിച്ച മിക്കി മാഡിസണാണ് മികച്ച നടി. ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ മികച്ച നടനായി അഡ്രിയൻ ബ്രോഡി തിരഞ്ഞെടുക്കപ്പെട്ടു. I may just humbly begin by giving thanks for the tremendous outpouring of love that I've felt from this world and every individual that has treated me with respect and appreciation. I feel so fortunate. Acting is a very fragile profession. It looks very glamorous, and in certain moments it is, but the one thing that I've gained having the privilege to come back here is to have some perspective. എമിലിയ പെരേസിലൂടെ സോയി സൽദാന മികച്ച സഹനടിയായി. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലൂടെ കിയറൻ കൾക്കിൻ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി. ബ്രസീലിയൻ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയറാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയോടുള്ള ആദരസൂചകമായി നമസ്തേ പറഞ്ഞുകൊണ്ടാണ് അവതാരകൻ പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. 2ാം സെമി മറ്റന്നാൾ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലാണ്. ഡൽഹി ബജറ്റ് ഈ മാസം അവസാനം നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 24 മുതൽ 26 വരെയാകും ബജറ്റ് സമ്മേളനം ചേരുകയെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനം, ആരോഗ്യ സേവനം, പൊതുഗതാഗത സംവിധാനം, മലിനീകരണ നിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും ബജറ്റെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. സെൻസെക്സ് 170ഓളം പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 30-നടുത്ത് പോയിന്റുകൾക്ക് താഴ്ന്നുമാണ് വ്യാപാരം തുടരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യ അഭിമാനകരമായ സംഭാവനകൾ നൽകിയതായി ലോക വന്യജീവി ദിനത്തിൽ പ്രധാനമന്ത്രി. ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. രാജ്യം 2ാം ധവള വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. താമരശ്ശേരി കൊലപാതകം ഉൾപ്പെടെ സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 97ാമത് ഓസ്കർ പുരസ്കാരങ്ങളിൽ തിളങ്ങി ഷോൺ ബേക്കർ ചിത്രം അനോറ. മികച്ച നടി മിക്കി മാഡിസൺ. അഡ്രിയൻ ബ്രോഡി മികച്ച നടൻ. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.